എൻ്റെ കൂടെ സാധാരണ എപ്പോഴും പോരാറുള്ള ഒരാൾ, ഞാൻ ആലോചിക്കുകയാണ്, മെത്രാനാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതമൊക്കെ എന്തുമാത്രം അൽമായർ ഒബ്സർവ് ചെയ്ത് ചിന്തിക്കുകയാണ്. ഞാനൊരു പ്രായമായ, അപ്പം തമിഴ്നാട്ടിലാകുമ്പോൾ തമിഴ് ഭാഷയുള്ള അച്ഛന്മാരൊക്കെ, അവിടെ ഒരു മലയാളി അച്ഛനെ ഞാൻ കാണാൻ പോയി, പ്രായമുള്ള അച്ഛനെ കാണാൻ പോയി ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും നടക്കാറുള്ള ചേട്ടൻ ചോദിച്ചു, പിതാവ് കുംസാരിച്ചോ? അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായത്. ആള് പറയാണ്, പിതാവ് കുറച്ച് നാളായാലും കുംസാരിച്ചിട്ട്. അപ്പോൾ എന്നെ ഒബ്സർവ് ചെയ്തിട്ട് നടത്തവർ. നമ്മൾ സാധിക്കുമ്പോഴൊക്കെ കുംഭസാരം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തണം. കുംഭസാരം എന്ന കൂദാശയിലൂടെ പാപത്തിന് പൊറുതി ലഭിക്കുക മാത്രമല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി കൂടി ലഭിക്കുന്ന കൂദാശയാണത്. നിങ്ങൾക്കറിയാം, ലഘുവായ പാപങ്ങളെ ഉള്ളുവെങ്കിൽ കുർബാനയിൽ അതിനൊരു അനുരഞ്ജന ശുശ്രൂഷയുണ്ട്. കലഹം, മാറ്റാം, ഭിന്നത നീക്കം. അവിടെ അനുരഞ്ജിതരായിട്ട് നമുക്ക് കുർബാന സ്വീകരിക്കാം. മാരകമായ ഗൗരവമായ പാപങ്ങളുണ്ടെങ്കിൽ കുമ്പസാരിച്ചതിന് ശേഷം മാത്രമേ കുർബാന സ്വീകരിക്കാവൂ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കുമ്പസാരം എന്ന കൂദാശയ്ക്ക് ഒരുങ്ങുമ്പോഴും ശ്രദ്ധിക്കണം. പാപങ്ങൾ ക്രമമായി ഓർക്കണം, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം, മേലിൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം, ഗൗരവമായ പാപങ്ങൾ വൈദികനെ അറിയിക്കണം, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിർവഹിക്കണം. ഇതൊക്കെ നമുക്കറിയാം. നിങ്ങൾക്കറിയാവോ, പശ്ചാത്താപവും പ്രതിജ്ഞയില്ലെങ്കിൽ കുമ്പസാരം അസാധുവാണെന്നാണ് സഭ പഠിപ്പിക്കുക.